നമസ്തേ. ഡോക്ടർ എളാട്ടുവളപ്പിൽ ശ്രീധരൻ എന്ന ഈ ശ്രീധരൻ മുഖവുരയുടെ ആവശ്യമില്ല, വിശേഷണങ്ങളുടെ ആവശ്യമില്ല. ആ പേരിൽ തന്നെ എല്ലാമുണ്ട്. ഇന്ത്യയുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആധുനികവൽക്കരിക്കുന്നതിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ കർമ്മയോഗി ശ്രീ ഇ ശ്രീധരനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് നമുക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കാം, കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചോദിക്കാം. സ്വാഗതം. രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുകയാണ്. അതെ. എങ്ങനെയുണ്ട് ഈ ഇത്രയും ദിവസങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും താങ്കൾ പഠിച്ചിട്ടുണ്ടാവും? വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല എനിക്ക്. രാഷ്ട്രീയത്തിൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതാണ്. അതിനെപ്പറ്റി നേരത്തെ ആലോചിച്ച് തീരുമാനിച്ച സംഗതിയല്ലാതെ ഈ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് കുറച്ച് സ്ട്രെയിനും കുറച്ച് ഓടി നടക്കലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. എങ്ങനെയുണ്ട് ജനങ്ങളുടെ സമീപനം? വളരെ ആവേശകരം പറയാം, തീർച്ചയായിട്ടും വളരെ ആവേശകരമായിട്ടുള്ള ഒരു സമീപനമാണ്. വളരെ എക്സ്പെക്റ്റേഷൻസ് അവരിലുണ്ട്. അതുകൊണ്ട് അതെന്നെ കീപ്പിംഗ് മീ മോർ എൻത്യൂസ്ഡ് എന്ന് പറയാം. അല്ല, ഇപ്പോൾ 88 വയസ്സായി. വയസ്സൊരു ഘടകമൊന്നുമല്ല. പക്ഷേ 88 വയസ്സുള്ള ഈ ശ്രീധരന് രാഷ്ട്രീയത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾ പറയുന്നു. അതിനെങ്ങനെയാണ് കൗണ്ടർ ചെയ്യുന്നത്? 88 വയസ്സ് വരെ ഞാൻ പലരും ചെയ്തല്ലോ. പാലാരിവട്ടം ലേറ്റസ്റ്റ് എക്സാമ്പിൾ. ആ പാലം 9 മാസം ചെയ്തത് ഞാൻ 5 മാസം 10 ദിവസം കൊണ്ട് ചെയ്തു. 88, 89, 90 വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതേ സ്റ്റൈലിലും അതേ ടെമ്പോയിലും എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പാമ്പൻ പാലത്തിൻ്റെ പുനർനിർമ്മാണം അല്ലേ, അതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സാധിച്ചത്? അത് സാധിച്ചത് ഒന്ന് എൻ്റെ ടെക്നിക്കൽ നോഹവ്, രണ്ടാമത് ദൈവകടാക്ഷം. ഞാൻ റെയിലിൽ ചേരുന്നതിന് മുമ്പേ ബോംബെ ട്രസ്റ്റിലായിരുന്നു ആസ് എ മറൈൻ എഞ്ചിനീയർ. അതുകൊണ്ട് മറൈൻ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാനുള്ള നല്ല പരിചയം ഉണ്ടായിരുന്നു. അതാർക്കും അറിയില്ല. പാമ്പൻ ബ്രിഡ്ജിൽ എന്താണ്ടായി വെച്ചാൽ 164 സ്പാനുകളിൽ 126 സ്പാൻ ഒലിച്ചു പോയി. 2 ഇതും പിയേഴ്സും ഒലിച്ചു പോയി. അപ്പോൾ ഈ 126 ഒലിച്ചു പോയ സ്പാൻസിന് കിട്ടാനുള്ള സമയം ഒരുപാട് എടുക്കും. ഒക്കെ സ്റ്റീൽ ഗഡേഴ്സാണ്. ഈ 126 സ്റ്റീൽ ഗഡേഴ്സ് ഇത്ര സമയത്ത് എവിടെ നിന്ന് ഉണ്ടാക്കും? അത് മാനുഫാക്ചർ ചെയ്യാൻ സമയമെടുക്കും, പിന്നെ പല ദിക്കിന്നും കൊണ്ടുവരാൻ സമയമെടുക്കും. അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ എനിക്ക് അവിടെ പോയപ്പോൾ മെറൈൻ എഞ്ചിനായതുകൊണ്ട് നടക്കുമ്പോൾ ബോട്ടിൽ പോകുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ എവേ ഫ്രം ദി ബ്രിഡ്ജ് ഈ ഗഡേഴ്സ് കടലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഒലിച്ചു പോയിട്ട് സ്റ്റീൽ ഗഡറല്ലേ, വെള്ളത്തിൽ വീണാലും അതിന് കേടുവരില്ല. അപ്പോൾ ഒരു 30 താഴത്ത കിടക്കുന്നത്. ആ ഗഡേഴ്സൊക്കെ എടുക്കാനുള്ളൊരു ഒരു 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 റിഗ്, ഒരു അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്തു. എന്നിട്ട് എടുത്തു കൊണ്ടിട്ട് കരയെ കയറ്റിയിട്ട് വേഗം ബ്രഷ് ചെയ്ത് റീപെയിൻറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിച്ചു. അതും ഒരു വിജയം. വേറൊന്ന്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരേ ഒരു ക്രെയിനേ ഉള്ളൂ വർക്ക് ചെയ്യാൻ, ഗഡർ വയ്ക്കാനുള്ള ഒരു ക്രെയിൻ ഹോൾ സദൺ റെയിൽവേയിൽ. അപ്പോൾ ഒരു ഭാഗത്ത് വയ്ക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു സ്പാനിലധികം വയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ പുതിയ ഒരു റിഗഡപ്പ് ക്രെയിൻ ഉണ്ടാക്കി മറ്റേ സൈഡിൽ അവിടെ നിന്ന് വയ്ക്കാൻ സാധിച്ചു. 2 സൈഡിൽ നിന്ന് ഒപ്പം വന്നപ്പോൾ വേഗം പണി തീർന്നു. വിചാരിച്ചാദ്യം വളരെ തീർന്നു. അതുപോലെ ഈ കൊങ്കൺ റെയിൽവേ അല്ലേ, അത് അസാധ്യം എന്നാണ് കരുതിയിരുന്നത്. അതും താങ്കൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി. അതിന് പിന്നിലുള്ള ആ ദൗത്യത്തിന് പിന്നിലുള്ള പ്രവർത്തനം എങ്ങനെയായിരുന്നു? അതിൻ്റെ വിജയകാരണം കാര്യമായിട്ട് ടീം വർക്ക്. നല്ലൊരു ടീം ഉണ്ടാക്കാൻ സാധിച്ചു. ഞാൻ തന്നെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തന്നെ അതിനുള്ള എൻജിനീയേഴ്സൊക്കെ പിക്കപ്പ് ചെയ്തും എല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ടീം വർക്ക്. പിന്നെ ഒരു ഇംഗ്ലീഷ് പറയാച്ച ഒരു ന്യൂ വർക്ക് കൾച്ചർ ഉണ്ടാക്കാൻ സാധിച്ചു. ആ വർക്ക് കൾച്ചറും ഈ ടീം വർക്കാണ് കൊങ്കൺ റെയിൽവേയിലെ വിജയത്തിനുള്ള പ്രധാന സംഗതി. ഈ താങ്കളുടെ പ്രൊജക്റ്റ് ഓഫീസസിൽ റിവേഴ്സ് ക്ലോക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, എന്താണ് അത്? റിവേഴ്സ് ക്ലോക്ക് പറഞ്ഞാൽ ഒരു ബലം ചെയ്യണമെങ്കിൽ, ഒരു ടണലിൻ്റെ കംപ്ലീഷൻ വേണമെങ്കിൽ അതിനിപ്പോൾ 164 ദിവസം വേണം. അത് 164 ദിവസം അത് കാണിക്കും. ഓരോ ദിവസം ഈ ക്ലോക്ക് കുറച്ച് കൊണ്ടുവരും. അത് കാരണം എല്ലാവർക്കും എന്താണ്, ഇത്രയും ദിവസം ഇനി ബാക്കിയുള്ളൂ, എല്ലാവരും ശ്രദ്ധ വെച്ച് വേഗം പണിയെടുക്കുക. കോൺട്രാക്ടേഴ്സ്,
എൻജിനീയേഴ്സ്, സപ്ലയേഴ്സ് എല്ലാവരും ഈ ക്ലോക്ക് നോക്കിയിട്ടാണ് പണിയുടെ ഇതുണ്ടാവുക, അവരുടെ ശ്രമങ്ങൾ. അതുപോലെ ഈ പാലാരിവട്ടം പാലത്തിൻ്റെ പുനർനിർമ്മാണം ഇത്ര പെട്ടെന്ന് എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? അതും ടീം വർക്ക് തന്നെ. അത് ടീം വർക്ക്, അഗെയിൻ വർക്ക് കൾച്ചർ, DMRCയുടെ വർക്ക് കൾച്ചർ. ആ ഒരു എനിക്ക് തോന്നുന്ന ഓരോ PWD എൻജിനീയേഴ്സിനും ആർക്കത് കിട്ടിയില്ല. വെരി ഡെഡിക്കേറ്റഡ് പീപ്പിൾ ഒന്നാമത്. പിന്നെ ഭാഗ്യത്തിന് എനിക്ക് നല്ലൊരു കോൺട്രാക്ടറും കിട്ടി. ULCC ഒരാളെങ്കിൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി നല്ലൊരു കോൺട്രാക്ടറെ കിട്ടി. ടെൻഡർ വിളിച്ചാൽ കിട്ടി കേട്ടോ, വിളിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്. അവർ പറഞ്ഞ മാതിരി ചെയ്യും. നമ്മളെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അതുപോലെ ഉടനെ ചെയ്യും. നല്ലൊരു എൻജിനീയറെ കിട്ടിയിരിക്കുക അവിടെ ചീഫ് എഞ്ചിനീയറായിട്ട്. ഞാൻ അത് എടുക്കുമ്പോൾ ചീഫ് മിനിസ്റ്ററോട് ഒരേ ഒരു റിക്വസ്റ്റ് ചെയ്തുള്ളൂ. ഈ ചീഫ് എഞ്ചിനീയർ എൻ്റെ കയ്യിലല്ല അപ്പം ഉണ്ടായിരുന്നത്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. അയാളെ എനിക്ക് മടക്കി തരണം ഒരു 9 മാസത്തേക്ക്. ആ ഒറ്റ ഇതിൽ അയാൾ വന്നതിന് ശേഷം പിന്നെ എനിക്ക് വലിയ ഭാരമൊന്നും ഉണ്ടായില്ല. അത് അഴിമതിയുടെ പാലം തന്നെയായിരുന്നില്ലേ? തീർച്ചയായിട്ടും. ഇതും മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാനല്ല, എനിക്ക് മേൽനോട്ടം വഹിക്കാനുള്ള ബാധ്യതയൊന്നുമില്ല, എൻജിനീയേഴ്സാണ് അതിന് ഉത്തരവാദികൾ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഈ ഭരണാധികാരിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ശരിക്ക് പാലത്തിൻ്റെ കേടുപാടിന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാം, അദ്ദേഹം ടെക്നിക്കൽ പ്രശ്നമല്ല. പക്ഷെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹം സാധിക്കില്ല. അഴിമതി ഉണ്ടായത് എന്താണെന്ന് ഇനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അവർ പറയുന്ന എല്ലാവരും പണം അവർക്ക് ഒരു അഡ്വാൻസ് സാങ്ഷൻ ചെയ്ത് കൊടുക്കുക, അത് അദ്ദേഹം ചെയ്ത് കൊടുത്ത് അപ്പോൾ അത് അഴിമതിയല്ലേ. പക്ഷേ അവിടെ ഈ പാലം പൊളിയാനുള്ള ഒരു പ്രധാന ഇത് അതാണ്. ആസ് എൻ എൻജിനീയർ ഐ ഫീൽ സോ സാഡ്. ഒരു പാലങ്ങൾ പണിതു, കേടുവന്നു. അത് കേടുവരാനുള്ള കാരണം എന്ന് ആരും കണ്ടുപിടിച്ചില്ല ഇതുവരെ. ഒക്കെ എല്ലാവരും അഴിമതിയുടെ പിന്നാലെ. കേടുവരാനുള്ള പാലം എൻ്റെ പക്ഷത്തിൽ ഈ പാലം കേടുവരാനുള്ള പ്രധാന കാരണം കൺട്രാക്ടേഴ്സിന് എല്ലാവർക്കും പേ ചെയ്യേണ്ടി വന്നു. സകലവർക്കും പേ ചെയ്ത് കൊടുക്കും. ഉള്ളിൽ ആളെ കൊണ്ട് പണി ചെയ്യിക്കാൻ വരാത്തൊരു സ്റ്റേജ് എത്തി, പണമില്ലാണ്ടേ. അപ്പം കിട്ടിയതുകൊണ്ട് പണം ചെയ്ത് തീർക്കാവുന്ന ആ സ്റ്റേജ് വന്നു. അപ്പോൾ ക്വാളിറ്റി സഫർ ചെയ്തു. പല ഡിസൈൻ മിസ്റ്റേക്ക് വളരെ ഉണ്ട് അതിൽ. അത് കൺട്രാക്ടറാണ് ഡിസൈനെ കൊണ്ടുവയ്ക്കുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് എൻജിനീയേഴ്സ് എന്തുകൊണ്ട് ഈ ഡിസൈൻ നോക്കിയില്ല ശരിക്ക്? അപ്പോൾ ടെക്നിക്കൽ ഫാൾട്ട്സ് വളരെ ഉണ്ട്. അത് ആരും കണ്ടുപിടിക്കാൻ നോക്കിയിട്ടില്ല. എല്ലാവരും അഴിമതിയുടെ പിന്നാലെ. എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബ്രിഡ്ജ് വേറെ എവിടെയെങ്കിലും കേടുവരാൻ പോകണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഈ സ്റ്റേജിൽ എത്തുക. കാരണം അല്ല, ആ ഫോൾട്ട് കണ്ടെത്തിയില്ലായിരുന്നെ വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്നില്ലേ? ഇല്ല, അത് കോൺക്രീറ്റ് ആയതുകൊണ്ട് ക്രാക്ക് ആദ്യം അപ്പിയർ ചെയ്യും. അത് ക്രാക്ക് ജാസ്തി വരും. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർക്ക് അറിയാം ഇത് അൺസേഫാണ്, നിർത്തണമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ട്രാഫിക് നിർത്തിവെച്ചതിൻ്റെ മുകളിൽ. അല്ല, ഇത്തരം പല വമ്പൻ പദ്ധതികളുടെ പിന്നിൽ കിക്ക് ബാക്സും കമ്മീഷൻസും ഒക്കെ ഇല്ലേ? ഇപ്പം സാറ് സർക്കാർ സർവീസ് ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം കേരളത്തിൽ മെട്രോ റെയിൽ താങ്കൾ കൊണ്ടുവന്നു. അന്ന് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു മന്ത്രി. അന്നും മന്ത്രിയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഒട്ടും ഉണ്ടായിരുന്നില്ല. മന്ത്രിമാരായിട്ടല്ല അഭിപ്രായ വ്യത്യാസം, ബ്യൂറോക്രസി ആയിട്ടായിരുന്നു. അന്ന് മിസ്റ്റർ ടോം ജോസ് ആയിരുന്നല്ലോ MD. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം. മന്ത്രി ഇതിലൊന്നും ഇടപെട്ടിരുന്നില്ല. മന്ത്രി എൻ്റെ സൈഡിൽ എനിക്ക് വേണ്ടി ഇടപെട്ടു പല പ്രാവശ്യം. ടോംസ് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ട് ചെയ്യിക്കും. ഒടുവിൽ ഗതി കെട്ടിട്ട് അദ്ദേഹം ടോം ജോസിനെ മാറ്റി. അതാണ്ടായത്. കേരളത്തിൽ വികസനം വരാത്തതിന് തടസ്സം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഒന്നും ഒരു വിഷനില്ല, നമുക്ക് മാസ്റ്റർ പ്ലാൻ ഇല്ല ഒരു സൈഡിലേക്ക്. ഇപ്പോൾ റെയിൽവേയിൽ എന്താ ചെയ്യേണ്ടത്, റോഡ്സിൽ എന്താ ചെയ്യേണ്ടത്, പിന്നെ പോർട്സ് ആൻഡ് ഹാർബേഴ്സ് എന്താ ചെയ്യുക, ഒരു വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ വേണം ഓരോ സൈഡിലും. നമുക്കൊരു പ്ലാനിങ് ബോർഡുണ്ട്, അത് വെറും ഒരു ക്ലറിക്കൽ ടൈപ്പ് ഓഫ് പ്ലാനിങ് ബോർഡാണ്. ഒരു വിഷനുള്ള ഒരാൾ അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി, അതൊന്ന്. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റൈൽ. ഏത് കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 കൊല്ലം ചെയ്യുന്നത് 20 കൊല്ലം എടുക്കും. ആർക്കും ഒരു ബാധ്യതയില്ല, ഒരു വേഗം ചെയ്യണമെന്നുള്ളൊരു ബാധ്യതയില്ല. ഈ പ്രോജക്റ്റിലൊക്കെ ഒരേ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ ടൈം ഈസ് മണി. ജാസ്തി ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ജാസ്തി പണം ചിലവാകും. അങ്ങനെ നീട്ടി പോയിട്ട് ഒരുപാട് പണം ചിലവാക്കും ഓരോ പദ്ധതിയിലും. ഒരു റോഡോ ബ്രിഡ്ജ് പണിയാൻ 12 കൊല്ലം 15 കൊല്ലമൊക്കെ എടുക്കണം.
ആലപ്പി ബൈപ്പാസ് 40 കൊല്ലമായിട്ടിരിക്കണം. അങ്ങനെ എത്ര സാധനങ്ങൾ, എത്ര കാര്യങ്ങൾ അങ്ങനെ നീട്ടി ഇങ്ങനെ പോയിട്ടുണ്ട് അവിടെ. ഇപ്പോഴും ഞാൻ പറയാച്ചാൽ ഗുരുവായൂർക്ക് പോകുമ്പോൾ അമ്പലത്തേക്ക് ഒരു 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 ലെവൽ ക്രോസിംഗ് ഉണ്ട്. ആ ലെവൽ ക്രോസിംഗ് സാങ്ഷനായിട്ട് 12 കൊല്ലമായി, ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഡെലിവറി സ്റ്റൈൽ ഈസ് വെരി ബാഡ്. നോബഡി ബോദേഴ്സ് അബൌട്ട് ഇറ്റ്. അതാണ് വലിയൊരു വളരെ സങ്കടമായ സംഗതി. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ലെവൽ ക്രോസിംഗ് ഉണ്ട്. 99 ലെവൽ ക്രോസിംഗ് സാങ്ഷനായിട്ട് എത്ര കാലമായി? ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ വർക്ക് കൾച്ചർ, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഇതൊക്കെ വളരെ മോശമാണ്. പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നീട്ടു പോകുന്നത്. അവർ ഇൻ്റർഫിയർ ആണെങ്കിൽ നീണ്ടു പോവോ? അവർക്ക് ദേ ആർ നോട്ട് കൺസേൺ എന്നുള്ള ഇച്ഛാശക്തി ഇല്ല ഭരണാധികാരികൾക്ക്. ചെയ്തു തീർക്കുന്നൊരു ഇച്ഛാശക്തി ഇല്ല. ഇപ്പോൾ ഈ 65 വർഷത്തോളം ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചു അല്ലേ? പക്ഷേ ഇപ്പോഴും കേരളത്തിൽ നമുക്ക് എടുത്തു കാണിക്കാവുന്ന വമ്പൻ പദ്ധതികളൊന്നുമില്ല അല്ലേ? എക്സെപ്റ്റ് കൊച്ചി മെട്രോ. യെസ്, അതും അല്ലേ അടുത്താണ് അത് യാഥാർത്ഥ്യമായത്. എന്തുകൊണ്ട് ഇത്തരം വമ്പൻ വ്യവസായ പദ്ധതികളൊന്നും കേരളത്തിൽ വരാതിരിക്കുന്നത്? ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ചുവപ്പ് നാടയുടെ പ്രശ്നമുണ്ട്, മാത്രമല്ല ട്രേഡ് യൂണിയനിസം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ട്രേഡ് യൂണിയനിസം ഈ പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യൽ ട്രേഡ് യൂണിയനിസം അതില്ല. വ്യവസായങ്ങൾ വരുന്നതിലാണ് ട്രേഡ് യൂണിയനിസം ഇൻ്റർഫിയറൻസ് ഉള്ളത്. പദ്ധതികൾ ശരിക്കും പോകത്തോടെ നമുക്ക് ഞാൻ പറയൂ ഒരു ഭരണ സമ്പ്രദായം മോശമായതുകൊണ്ട്, ഭരണ സമ്പ്രദായം രണ്ടിലും ഒരു കാര്യം ചെയ്ത് എടുത്തെടുത്താൽ വേഗം ചെയ്യണമെന്നുള്ള ഇതില്ല അവർക്ക്. അതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പലരും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. ഇപ്പോൾ താങ്കളെ പോലുള്ള ഈ ഒരു ടെക്നോക്രാറ്റ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അതുപോലെ പല മേഖലകളിൽ ഇപ്പോൾ IPS എന്ന് വിരമിച്ചവർ വരുന്നു, IAS എന്ന് വിരമിച്ചവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഇതൊക്കെ നമ്മുടെ ഈ സാധാരണ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഈ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുന്നതിന് ഇതൊക്കെ സഹായകരമാകും. തീർച്ചയായിട്ടും മോർ ആൻഡ് മോർ പീപ്പിൾ ഷുഡ് കം ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടണം. അതിനൊരു എക്സാമ്പിൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലേറ്റ് ഏജിൽ എൻ്റർ ചെയ്തത്. ശരിക്കും മറ്റവർക്ക് ഒന്ന് ഉണർത്തിവിടാൻ, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. നമ്മളെപ്പോൾ ആൾക്കാർ ഇറങ്ങിയാലേ ശുദ്ധീകരിക്കാൻ സാധിക്കുള്ളൂ. അതിനൊരു എക്സാമ്പിൾ കൊടുക്കാനേ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. അല്ലാണ്ട് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ആ ഒരു മോഹം കൊണ്ടല്ല. യഥാർത്ഥത്തിൽ ആരാണ് പ്രേരിപ്പിച്ചത്? ആരാണ് പ്രചോദനമായത്? പ്രചോദനം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ ഒന്നും നടക്കുന്നില്ല ഈ സംസ്ഥാനത്ത്. ഒരു കാര്യങ്ങളും ശരിക്കും നടക്കുന്നില്ല. അതുകൊണ്ട് ഈ ഭരണ സമ്പ്രദായം ഒന്ന് ചേഞ്ച് ചെയ്യണം. ഒരു നല്ലൊരു അപ്രൈറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഒരു കറപ്ഷൻ ഇല്ലാത്ത അഡ്മിനിസ്ട്രേഷൻ, ഒരു സ്കാൻഡൽസ് ഇല്ലാത്ത അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഗവൺമെൻറ് വർക്കിംഗ് കൾച്ചർ ഒന്ന് മാറ്റണം. ഇവിടെ എല്ലാവർക്കും എത്രയോ ആൾക്കാരാണ് ഓരോ ഓഫീസിലും വർക്ക് ചെയ്യുന്നത്. ഒരു പണിയില്ലാതെ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നറിയോ? എത്രയോ ഇത് നടക്കണം. ഇതൊക്കെ ഒന്ന് സെറ്ററേറ്റ് ചെയ്യണം. നമ്മുടെ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരണം, വികസനങ്ങൾ കൊണ്ടുവരണം, വ്യവസായങ്ങൾ കൊണ്ടുവരണം സംസ്ഥാനത്തിലേക്ക്. ഈ ഒരു ഒറ്റാഗ്രഹം കൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നമ്മൾ എന്തെങ്കിലും ഇറങ്ങി ചെയ്യണമെന്ന് ഒരു ബോധം വന്ന എനിക്ക്. അല്ല, ഈ ശ്രീധരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. പക്ഷെ താങ്കൾ BJPയിൽ വന്നപ്പോൾ പലർക്കും അനഭിമതനായി. അത് BJPക്ക് എതിരായ പാർട്ടിക്കാരെ പറയുള്ളൂ, ആരായാലൊന്നും പറയുന്നില്ലല്ലോ. BJPക്ക് എതിരായ പാർട്ടികൾ അങ്ങനെ പറയും. അല്ല, അപ്പം ഇത് എല്ലാം രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവർ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത് അല്ലേ? ഒരു വിശാലമായിട്ടുള്ള ചിന്താഗതി ഉണ്ടായിരുന്ന അങ്ങനെ കുറ്റപ്പെടുത്തലുകൾ വരില്ലല്ലോ. ഇല്ല, അവർ ദേ ആർ പൊളിറ്റീഷ്യൻസ്, അവർ ദേ ആർ നോട്ട് സ്റ്റേറ്റ്സ്മാൻ. സ്റ്റേറ്റ്സ്മാൻ ആണെങ്കിൽ, സ്റ്റേറ്റ്സിന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർ എൻകറേജ് ചെയ്യാൻ വേണ്ട. മിസ്റ്റർ ശ്രീധരനെങ്കിലും ഉള്ളല്ലോ, BJPക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും പാർട്ടിക്ക് ഒരു സഹായമായിട്ട് വരില്ലോ. അങ്ങനെയുള്ള ഒരു പ്രേരണയല്ലേ അവർക്ക് വേണ്ടത്. അവർ ക്രിട്ടിസൈസ് ചെയ്ത് ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ സ്ട്രോങ് ക്രിറ്റിസിസം വന്നില്ല കേട്ടോ, ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെ വലിയ നേതാക്കൾ വലിയ ക്രിറ്റിസിസം ചെയ്തില്ല.
പിണറായി വിജയൻ എന്തോ ഇത് ചെയ്തു, അത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ദാറ്റ് ഈസ് ഹിസ് സ്റ്റൈൽ. അല്ല, ഇപ്പോൾ ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷം അതിന് മാത്രം പ്രതിസന്ധികൾ നിരവധി ഉണ്ടായി. പ്രളയം, അതുപോലെ നിപ്പ, കൊറോണ, അതിനെയൊക്കെ അതിജീവിച്ചു. ആ കാലത്തൊക്കെ ജനങ്ങളെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റും എന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ദിവസവും വാർത്താസമ്മേളനങ്ങളിൽ ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു. അതിന് മാത്രം കഴിഞ്ഞ 5 വർഷം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ? ഇല്ല. അവർ ക്ലെയിം ചെയ്തതെല്ലാം അത് അവർ നാച്ചുറലായിട്ട് എനി ഗവൺമെൻറ് ഷുഡ് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളാണത്. അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ അതില്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല അവർ. ഇപ്പോൾ പ്രളയം വന്നു, ഈ പ്രളയം എന്തുകൊണ്ടുണ്ടായി, ഇത് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആ പ്രളയത്തിൽ 500 ആൾക്കാർ മരിച്ചു, 20,000 ഹൗസസ് പോയി, അവരെല്ലാവരും റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ഇനി സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവർ ക്ലെയിം ചെയ്ത് ഞങ്ങളൊക്കെ അതിജീവിച്ചു എന്ന് പറയുന്നത് ജനങ്ങൾ അതിജീവിച്ചു. ഗവൺമെൻറ്റിൻ്റെ സഹായം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ദേ കുഡ് ഹാവ് ഡൺ മച്ച് മോർ എല്ലാ കാര്യത്തിലും. അല്ല, ഈ പ്രളയത്തിന് ഡാമുകൾ തുറന്നു വിട്ടത് ഒരു പ്രധാന കാരണം തന്നെയല്ലേ? അത് എന്തുകൊണ്ട് തുറന്നിട്ടു, അതിന് സാഹചര്യം എങ്ങനെ വന്നു, അതാ ഞാൻ പറയുന്നത്. ഈ പ്രളയം വരാനുള്ള കാരണം എന്താണെന്ന് അവർ കണ്ടുപിടിച്ചു. ഞാൻ എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്താൽ ഗവൺമെൻറ് ഇടയ്ക്ക് 2 പ്രാവശ്യം ചീഫ് മിനിസ്റ്റർക്ക് എഴുതി, ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് സർ, അതുകൊണ്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യൂ, ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് വാസ് ദ റീസൺ. ഞാൻ പറഞ്ഞു 2 മാസം കൊണ്ട് ആ റിപ്പോർട്ട് വരും. അങ്ങനെ വന്നാണെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം പ്രളയം ഉണ്ടാവില്ല. അടുത്ത കൊല്ലം പിന്നെയും പ്രളയം ഉണ്ടായി 2019. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ വന്നുകൂടില്ല. അതിനെങ്ങനെയാണ് ഒരു വലിയ അച്ചീവ്മെൻ്റായിട്ട് കരുതുന്നത്? അതിനൊരു പാഠം പഠിക്കണ്ടേ? അത് ചെയ്തിട്ടില്ലല്ലോ. Is he a able chief minister, Pinarayi? He is able in certain areas which to safeguard the party's interest. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. നോട്ട് ദ നേഷൻ, നോട്ട് ദ സ്റ്റേറ്റ്സ് ഇൻട്രസ്റ്റ്. അല്ല, ഇപ്പോൾ ഇവർ ഒരുപാട് സാമൂഹിക ക്ഷേമം മുൻനിർത്തി കുറേ പദ്ധതി നടപ്പിലാക്കി. ഫോർ എക്സാമ്പിൾ, ഇവർക്ക് കിറ്റ് കൊടുത്താണ് ഇപ്പോൾ വലിയ കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കൂടുതൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഒക്കെ അധികാരത്തിൽ വരാനുള്ള കാരണം ഇത് തന്നെയാണെന്ന് പറയുന്നു. വിവാദങ്ങളോടൊക്കെ മുഖം തിരിച്ചു നിൽക്കുന്നു നമ്മുടെ ജനങ്ങൾ. പക്ഷെ കിറ്റ് കിട്ടിയാൽ ദേ ആർ ഹാപ്പി. അത് നല്ല, ഇങ്ങനെ കിറ്റ് കൊടുത്ത് അവരെ മടിയന്മാരാക്കുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും അല്ല. ഐ എം ടോട്ടലി അഗേൻസ്റ്റ് ഇറ്റ്. ഈ കിറ്റ് കൊടുത്ത് ആരുടെ പണം കൊണ്ട് കൊടുക്കണവരെ? അവരുടെ പാർട്ടി പണം കൊണ്ടാണോ? ഗവൺമെൻറ് പണമല്ലേ? ഗവൺമെൻറ് പണം ആരുടെ പണമാണ്? നമ്മളുടെ പണം. അല്ലെങ്കിൽ ഗവൺമെൻറ് കടമായിട്ടല്ലേ ചെയ്യണത്? അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഇതൊക്കെ പണം തിരിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ട്? വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം. അല്ലാണ്ട് ഇവർക്ക് സിമ്പതി തോന്നിയിട്ടല്ല ഈ സോഷ്യൽ ഇത്. എൻ്റെ പക്ഷത്തിലാണ്. അല്ല, ഈ കേരളത്തിൻ്റെ വികസനത്തിൽ പ്രധാനമായി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും. കേന്ദ്രത്തിനും വലിയ പദ്ധതികളൊന്നും കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായമില്ലാണ്ട് ലാൻഡ് അക്വിസിഷൻ്റെ പ്രധാന കാരണം. അല്ലെങ്കിൽ ഈ 10 കൊല്ലമായിട്ട് നമ്മൾ നാഷണൽ ഹൈവേ വീതി കൂട്ടാൻ എന്തായിരുന്നു വിഷമം? അത് സാധിച്ചിട്ടില്ല. 2 ഗവൺമെൻറ് സാധിച്ചിട്ടില്ലല്ലോ. ഒരു 20 കിലോമീറ്റർ നാഷണൽ ഹൈവേ വീതി കൂട്ടിയിട്ടൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 60,000 രൂപയാണ് വീതി കൂട്ടാൻ വേണ്ടി ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത്. 60,000 രൂപ. അത്രയ്ക്ക് മോശമായിരിക്കും നാഷണൽ ഹൈവേ. പല ഹൈവേസും അതുപോലെ റെയിൽവേ എന്തെല്ലാം വർക്കാണ് ഹെൽഡ് അപ്പ് ലാൻഡ് അക്വയർ ചെയ്തുകൊണ്ട്. അത് പോട്ടെ, സാങ്ഷനായ റെയിൽവേ വർക്ക് എടുക്കാണ്ട് അതൊക്കെ സാങ്ഷൻ ലാപ്സ് ചെയ്ത് പോയില്ലേ ഇവർ ചെയ്യാണ്ട്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പദ്ധതി തന്നെ അവർ ശരിക്കും നടപ്പാക്കാണ്ട് സഹകരിക്കാണ്ട് നമുക്ക് നഷ്ടമായിട്ട് പോവാണ്. അല്ല, പല പദ്ധതികളും പേര് മാറ്റി സർക്കാരിൻ്റെ പദ്ധതികളാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചിലതിന് പേര് മാറ്റി, ചിലതിനെ കളറ് മാറ്റി. ഞങ്ങൾ ഹൈ സ്പീഡായിരുന്നു ആദ്യം ഉമ്മൻചാണ്ടിയുടെ, ഇതിന് സെമി സ്പീഡാക്കി. അത് രണ്ടും നടന്നില്ല. കേരളം ഇനിയും വികസനത്തിൽ ഒരുപാട് മുന്നോട്ട് പോകണ്ടേ? കേരളം എൻ്റെ വീക്ഷണത്തിൽ മറ്റുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകൾ നോക്കുമ്പോൾ നമ്മൾ 10 to 15 years ബിഹൈൻഡ് വികസനത്തിൽ. അത് ഓവർടേക്ക് ചെയ്യണം.
അതിനാണ് ഒരു മാറ്റം അനിവാര്യം അല്ലേ? തീർച്ചയായിട്ടും. ഈ രണ്ട് ഗവൺമെൻറ്റും ഫെയിൽ ചെയ്തു. വേറെ ഗവൺമെൻറ് വന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് ഫെയിൽ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ? കറപ്ഷൻ, സ്കാൻഡൽസ്, ഇൻഎഫിഷ്യൻസി, പിന്നെ സ്വജനപക്ഷം. ഇങ്ങനെയുള്ളതാണ് ഈ കാരണങ്ങളാണ് അവർ ഫെയിൽ ചെയ്യാനുള്ള കാരണം. അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും പിന്നെ പ്രതിക്കൂട്ടിലായി. സ്വർണ്ണക്കടത്തും ഡോളർക്കടത്തും ഇന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്പീക്കർക്കുള്ള പങ്ക്. അതുപോലെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി പറയുന്നു. ബട്ട് ഹീ ഈസ് കോൺഫിഡൻറ്റ് ഇതൊന്നും ഒരു വിഷയമാവില്ല. കാരണം എന്താ അറിയോ? അവരുടെ ഓർഗനൈസേഷൻ സ്ട്രെങ്ത്. ഈ പാർട്ടി അവർ അൺസ്ക്രൂപ്പലസ്ലി വെൽ നീറ്റ്. അതാണ് കാരണം. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? അങ്ങനെ തോന്നുന്നുണ്ടോ? രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല, രാഷ്ട്രീയം ചർച്ചപ്പെടുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തമ്മിൽ കുറ്റം പറയുകയേ ഉള്ളൂ. എങ്ങനെ കൺട്രി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ വിഷയം വരുന്നത് ആരും അവരുടെ മാനിഫെസ്റ്റോയിൽ പലരും പറയും. അതൊക്കെ പറയുന്നത് തന്നെ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇപ്പോൾ ശ്രീധരൻ സാർ ഒരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്ന് പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നഗരമായി, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയായി പാലക്കാടിനെ മാറ്റും എന്ന വാഗ്ദാനവും താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നു. ഏറ്റവും വലുതാണ് ഞാൻ പറഞ്ഞത്. ദി ബെസ്റ്റ് സിറ്റി ആയിട്ട് മാറ്റുന്നത് ഞാൻ പറഞ്ഞത് 5 കൊല്ലത്തിനുള്ളത്. അതിനെന്താ പ്രശ്നം? മാറ്റാൻ ഒരു ബേസിക് റിസോഴ്സസ് ഒക്കെ ഉണ്ട്. റിസോഴ്സസ് ഇവിടെ ഉണ്ട്. നമുക്കത് എങ്ങനെ ടാപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സെൻട്രൽ ഗവൺമെൻറ് പല കാര്യത്തിലും പണം ചിലവാക്കാൻ തയ്യാറാണ്. അത് മേടിക്കാനുള്ള സൗകര്യമില്ല ഇവിടെ, മേടിക്കുന്നുമില്ല. എപ്പം നോക്കിയാലും സെൻട്രൽ ഗവൺമെൻറ് അടിപിടിയില്ലേ ഉള്ളൂ ഇവിടെ. ക്വാറൽസ്, കേസ് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഇതിൽ കേസ് കൊടുക്കൽ, ജുഡീഷ്യൽ എൻക്വയറി ഒക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്? പാർട്ടി ആൻഡ് പാർട്ടി മാൻ ഷുഡ് ബി സേഫ് ഗാർഡഡ്. അതിന് വേണ്ടിയതാണ് നമ്മുടെ പണം ഉപയോഗിച്ചിട്ട് കേസ് കൊടുക്കണം. ഈ കേസുകളുടെ പണമൊക്കെ ആരാ കൊടുക്കണം? അവരുടെ പാർട്ടി പണം എടുത്ത് കേസ് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു ഒരു ഇതില്ല. നമ്മുടെ പണം എടുത്തിട്ടാണ് ഈ കേസ് കൊടുക്കണതേ. അത് നാട്ടുകാർ സമ്മതിക്കുമോ? അങ്ങനത്തെ ഒരു ഗവൺമെൻറ് ഇനി മടക്കിക്കൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ അത് എത്ര ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് എത്ര ഒരു നാടൻ കെട്ട ഒരു സംഗതിയാണത്. BJP ജനമനസ്സുകളിലേക്ക് കയറുമോ? പതുക്കെ കയറുന്നുണ്ട്. BJPയുടെ ഗ്രോത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, ഗ്രാഫ് ഉയരുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്തൊക്കെയോ തടസ്സങ്ങളില്ലേ? ഇപ്പോൾ വർഗീയ പാർട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. BJP അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഇവിടെ നിന്ന് മുസ്ലിങ്ങളെയൊക്കെ നാട് കടത്തും പാകിസ്ഥാനിലേക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലെ മുസ്ലിംസൊക്കെ ഹാപ്പിയാണ്, വെരി ഹാപ്പി. ഒരു കമ്മ്യൂണൽ ട്രബിൾ ഉണ്ടായില്ല ലാസ്റ്റ് 7 years BJPയുടെ. ഇതൊക്കെ പരത്തി നടക്കുന്നതാണ്. അവർക്ക് BJP കമ്മ്യൂണൽ പാർട്ടിയാണ്, മുസ്ലിം ലീഗല്ല. പിന്നെ 6ൻ്റെ എന്തൊരു ആളാണ് അത്, വർഗീയ പാർട്ടിയല്ല. ഇതൊക്കെ അവരുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഈ വർഗീയ പാർട്ടിക്കാരാണ് ഇങ്ങനെ ആരോപണം കൊണ്ടുവരുന്നത് BJPക്കെതിരായിട്ട്. വർഗീയത തന്നെയല്ലേ ഒരു പ്രധാനപ്പെട്ട ആയുധം ഈ തെരഞ്ഞെടുപ്പിലല്ലേ? അവർ പരത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ വലിയ ഇഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. അവർ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂഡ് ഫെയിലിയർ ഇൻ ഗവേണിംഗ് ദി സ്റ്റേറ്റ്, അതുകൊണ്ടാണ് അവർ ഫെയിൽ ചെയ്യുന്നത്. അതിന് മുതലെടുക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല മറ്റുള്ളവർക്ക്. പാലക്കാട് 2 യുവാക്കളോടാണ് ഏറ്റുമുട്ടുന്നത് സാർ. 88ൻ്റെ ഈ യുവത്വം മതിയോ? യുവത്വം എന്തിൻ്റെ ആവശ്യമാണ്? യുവത്തിൻ്റെക്കാളും ജാസ്തി വേണ്ടത് നോളേജ്, എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്. അതെല്ലാം നമുക്ക് ശരിക്കും വേണ്ടത്. ഒരു ഭരണാധികാരി ഓടി നടക്കേണ്ട ആവശ്യമില്ല, ഇരുന്നിട്ട് മറ്റുള്ളവരെ കണ്ട് പണിയെടുപ്പിക്കുക വേണ്ടത്. അതെനിക്ക് സാധിക്കും. ഞാൻ അങ്ങനെയാണ് എല്ലാ പ്രോജക്റ്റും ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരാളേ ഉള്ളൂ. ഡൽഹി മെട്രോ പ്രോജക്റ്റ് പണിയെടുക്കുമ്പോൾ നിങ്ങൾക്കറിയോ ഞാൻ എത്ര റിലാക്സ്ഡായിട്ടാണ് വർക്ക് ചെയ്തതെന്ന്. 9 to 5 ഞാൻ ഓഫീസിലിരിക്കുള്ളൂ. ഒരു ഫയൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല. ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്, ട്രസ്റ്റഡ് പീപ്പിൾ ടു എക്സിക്യൂട്ട് ജോബ്സ്, ഇതാണ് വേണ്ടത്. ഇപ്പോൾ വിജയം സുനിശ്ചിതമാണ് എൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും. കേരളത്തിൽ BJPക്ക് എത്ര സീറ്റുകൾ കിട്ടും? എൻ്റെ അനുമാനത്തിൽ വളരെ സീറ്റ് ഇൻക്രീസ് ചെയ്യും. എനിക്കൊരു ഹോപ്പുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് 40 seats
ടു 76 വരും. ഇപ്പോഴും ആ ഹോപ്പുണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട് ആ ഹോപ്പ്. 40 to 76 BJP കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം, ജനങ്ങളുടെ സപ്പോർട്ട് തേടിയെടുക്കണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. ഈ വെറും ആൾക്കാർ തമ്മിൽ കുറ്റം പറഞ്ഞിട്ടും സ്കാൻഡലായിട്ടും കൊണ്ടും വോട്ട് കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ പാലക്കാട്ട് നടക്കുന്നത് ഞങ്ങൾ തമ്മിൽ കുറ്റേ പറയില്ല, അത് ഞാനും തുടങ്ങി വെച്ചത്, അതുകൊണ്ട് മറ്റവർക്കത് ശീലിക്കേണ്ടി വന്നു. ആരെപ്പറ്റും കുറ്റം പറയില്ല, അവർ ചെയ്ത കുറ്റത്തെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. എല്ലാവർക്കും പറഞ്ഞോളേ. അപ്പോൾ വയസ്സായി എന്ന് പറഞ്ഞ കുറ്റമല്ലേ, അവർക്ക് അതൊരു കുറ്റമായിട്ടാണ് കാണുന്നവർ. വേറെ ജനങ്ങളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ വിജയാശംസകൾ. ഇത്രയും സമയം അനുവദിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു ആനിൽ, താങ്ക് യു വെരി മച്ച്. ശ്രീധരനുമായിട്ടുള്ള മറുപടി ഇവിടെ പൂർണ്ണമാവുന്നു. നാളെ വീണ്ടും മറ്റൊരു അതിഥിയുമായി ഇതേ സമയം. നന്ദി.